ഒരു മാസത്തോളം നീണ്ട വീറും വാശിയും നിറഞ്ഞ പ്രചാരണ ചൂടിനൊടുവിൽ ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമിക വിധിയെഴുതി കഴിഞ്ഞു. ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് പോളിംഗ് ശതമാനമാണ് ബീഹാറിന്റെ മണ്ണിൽ രണ്ട് ഘട്ടങ്ങളിലും ഉണ്ടായത്. വിധിയെഴുത്ത് കഴിഞ്ഞതോടെ കണക്ക് കൂട്ടിയും കിഴിച്ചും പ്രതീക്ഷകളുമായി കാത്തിരിക്കുകയാണ് മുന്നണികൾ. 122 എന്ന മാന്ത്രിക സംഖ്യയിൽ തൊട്ട് ബീഹാറിന്റെ ഭരണചക്രം തിരിക്കുന്നത് ആരാണ് എന്നറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി. അതിനിടെ എക്സിറ്റ് പോൾ ഫലങ്ങളും ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. RJDയും കോൺഗ്രസും നേതൃത്വം നൽകുന്ന മഹാഗഡ്ബന്ധൻ സഖ്യത്തിന് കാര്യമായ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടി NDA വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ സർവേകളും പ്രവചിക്കുന്നത്. NDA 167 സീറ്റ് വരെ നേടുമ്പോൾ ഇന്ത്യ മഹാസഖ്യം 103 വരെ സീറ്റുകളിൽ ഒതുങ്ങിപ്പോകുമെന്ന പ്രവചന ഫലം ഇന്ത്യ സഖ്യത്തിന് നിരാശ പകരുന്നതാണ്. അതേസമയം അട്ടിമറി സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് പ്രധാനമായും പറയുന്ന കാരണങ്ങൾ രാഹുലിന്റെ ഹൈഡ്രജൻ ബോംബും അതിന് പിന്നാലെയുണ്ടായ റെക്കോർഡ് പോളിംഗുമാണ്. അതിനിടെ ഇന്ന് പുറത്തുവന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ പ്രവചന പ്രകാരം കടുത്ത മത്സരമാണ് ബീഹാറിൽ നടന്നത് എന്നാണ്. NDAക്ക് മുൻഗണന പ്രവചിക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യ സഖ്യം നല്ല മത്സരം കാഴ്ചവെച്ചുവെന്നാണ് ഇവർ നൽകുന്ന സൂചന. വിവിധ വിഭാഗങ്ങളിലായി നടത്തിയ സർവേയുടെ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ 43% വോട്ടർമാരുടെ പിന്തുണ NDAക്കാണ്. തൊട്ടുപിന്നിൽ 41% പിന്തുണ മഹാസഖ്യത്തിന് പ്രവചിക്കുന്നു. വോട്ടർമാരിൽ പുരുഷന്മാരുടെ പിന്തുണ കൂടുതൽ മഹാസഖ്യത്തിന് പ്രവചിക്കുമ്പോൾ സ്ത്രീകൾ NDAക്കൊപ്പമാണ്. ജാതി തിരിച്ചുള്ള കണക്കിൽ NDAയാണ് മുന്നിൽ. തൊഴിൽ രഹിതർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ മഹാസഖ്യത്തിനൊപ്പം നിൽക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാർ പദ്ധതികളുടെ പ്രയോജനം ലഭിച്ച സ്ത്രീകൾ, സ്വകാര്യ ജീവനക്കാർ തുടങ്ങിയവരുടെ പിന്തുണ NDAക്കാണ് എന്നും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്നു. പോളിംഗ് ശതമാനം ഉയർന്നത് ഭരണമാറ്റത്തിന്റെ സൂചനയാണ് എന്ന് ഇന്ത്യ സഖ്യം വാദിക്കുമ്പോൾ NDA സർക്കാരിന് വൻ ഭൂരിപക്ഷം ജനങ്ങൾ നൽകുകയാണ് എന്നാണ് BJPയുടെ അവകാശവാദം. ബീഹാർ കാണാൻ പോകുന്നത് വലിയ മാറ്റമാണ് എന്നാണ് ജൻസുരാജ് നേതാവ് പ്രശാന്ത് കിഷോറിന്റെ അഭിപ്രായം. പക്ഷേ നിലവിലെ ട്രെൻഡൊക്കെ പരിഗണിക്കുമ്പോൾ NDAക്ക് തന്നെയാണ് ബീഹാറിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യത എന്നതും നമ്മൾ ഉൾക്കൊള്ളണം. എക്സിറ്റ് പോളുകൾ ഇത്ര വലിയ പ്രവചനം നടത്തുമ്പോഴും ബീഹാറിന് ഒരു മനസ്സുണ്ട്. ബീഹാറിന്റെ മനസ്സ് എല്ലാ കാലത്തും എക്സിറ്റ് പോളുകൾക്ക് ഒപ്പം നിന്നിട്ടില്ല എന്ന് നമ്മൾ കാണണം. എല്ലാ എക്സിറ്റ് പോളുകളെയും തെറ്റിച്ച് വേറിട്ട അധികാര ശ്രേണിയുണ്ടാക്കിയ ചരിത്രമാണ് ബീഹാറിന്. അധികാരം ലഭിച്ച മുന്നണികളെ പോലും അട്ടിമറിച്ച് അധികാരം കൈക്കലാക്കിയ നിതീഷ് കുമാറിന്റെ ചരിത്രം പറയാനുണ്ട് ഈ മണ്ണിന്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഊഹക്കണക്കുകളാണ് എന്നതും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയുടെ ചെറുതുരുത്തുകൾ ബാക്കി വെക്കുന്നു. ഒപ്പം ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ പൂർത്തിയായ വോട്ടെടുപ്പിന്റെ സർവേ ഫലങ്ങൾ 6:30 തന്നെ പുറത്തെത്തിയത് ഇത് എത്രത്തോളം കൃത്യതയുള്ള പ്രവചനങ്ങളാണ് എന്നതിൽ സംശയവും ബാക്കി വെക്കുന്നു. ഇക്കഴിഞ്ഞ 20 വർഷത്തെ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നുവരെ നടത്തിയ സർവേ ഫലങ്ങളിൽ 56% പൊളിഞ്ഞ ചരിത്രമാണ് ബീഹാറിന് പറയാനുള്ളത്. അതുതന്നെയാണ് ബീഹാറിന്റെ ഫലത്തിൽ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതും. അതേസമയം എല്ലാ എക്സിറ്റ് പോളുകളും NDAക്ക് അനുകൂലമായി പ്രവചിച്ചപ്പോൾ ഒരേ ഒരു എക്സിറ്റ് പോൾ സർവേ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വിധി എഴുതിയത്. അത് ഹിന്ദി ന്യൂസ് പോർട്ടലായ ജേണോ മിറർ മാത്രമാണ്. 130 മുതൽ 140 സീറ്റ് വരെ നേടി ഇന്ത്യ സഖ്യം അധികാരം പിടിക്കുമെന്നാണ് ജേണോ മിററിന്റെ സർവേ പ്രവചിക്കുന്നത്. NDA സഖ്യം 100 മുതൽ 110 വരെ സീറ്റ് മാത്രമേ നേടൂവെന്നും ഇവരുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നു. അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM 4 സീറ്റ് വരെ നേടുമെന്നും ജേണോ മിറർ പ്രവചിക്കുന്നുണ്ട്. പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ സർവേകളുടെ ശരാശരി എടുത്താൽ NDAക്കാണ് മുൻതൂക്കം. 130-ലേറെ സീറ്റുകളാണ് എല്ലാ എക്സിറ്റ് പോളുകളും NDA സഖ്യത്തിന് പ്രവചിക്കുന്നത്. 122 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം. 4 എക്സിറ്റ് പോളുകൾ മാത്രമാണ് ഇന്ത്യ സഖ്യം 100-ലേറെ സീറ്റ് കടക്കുമെന്ന് പോലും പ്രവചിക്കുന്നത്. അതേസമയം വലിയ അവകാശവാദവുമായി എത്തിയ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി വലിയ ചലനമുണ്ടാക്കില്ല എന്നും ഈ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നുണ്ട്. പീപ്പിൾസ് പൾസിന്റെ എക്സിറ്റ് പോളിലെ പ്രവചന പ്രകാരം 133 മുതൽ 153 സീറ്റുകൾ നേടി NDA സഖ്യം അധികാരത്തിൽ തുടരുമെന്നാണ് പ്രവചനം. ഇന്ത്യ സഖ്യം 75 മുതൽ 101 സീറ്റുകൾ നേടുമെന്നും മറ്റുള്ളവർ 2 മുതൽ 5 വരെ സീറ്റ് നേടുമെന്നും ജൻസുരാജ് പാർട്ടിക്ക് പരമാവധി 5 സീറ്റ് വരെ മാത്രമേ ലഭിക്കൂവെന്നും പീപ്പിൾസ് പൾസ് എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നു. പീപ്പിൾസ്
ഇൻസെറ്റ് എക്സിറ്റ് പോളിൽ NDAക്ക് 133 മുതൽ 148 സീറ്റുകളാണ് പ്രവചനം. ഇന്ത്യ സഖ്യത്തിന് 87 മുതൽ 102 വരെ സീറ്റ് മാത്രമേ ലഭിക്കൂവെന്നും ജൻസുരാജിന് പരമാവധി 2 സീറ്റും മറ്റുള്ളവർക്ക് 3 മുതൽ 6 സീറ്റും പ്രവചിക്കുന്നു. മാട്രിക്സ് എക്സിറ്റ് പോളിൽ 147 മുതൽ 167 വരെ സീറ്റുകളാണ് NDAക്ക് പ്രവചിക്കുന്നത്. NDAക്ക് ഏറ്റവും അധികം സീറ്റുകൾ പ്രവചിക്കുന്നതും മാട്രിക്സ് ആണ്. 70 മുതൽ 90 വരെ സീറ്റ് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുക എന്ന് മാട്രിക്സ് പ്രവചിക്കുന്നു. പിമാർക്യു എക്സിറ്റ് പോളിൽ 142 മുതൽ 162 സീറ്റുകൾ NDAക്കും ഇന്ത്യ സഖ്യത്തിന് 80 മുതൽ 98 സീറ്റുകളും പ്രവചിക്കുന്നു. ഇനിയാണ് സർവേകളിലെ ഉള്ളുകളികളുടെ കഥ കേൾക്കേണ്ടത്. 2000 മുതൽ 2020 വരെ ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെ അഭിപ്രായ സർവേകൾ പരിശോധിച്ചാൽ 56% അഭിപ്രായ സർവേകളും തെറ്റിയ ചരിത്രമാണ് ഉള്ളത്. 44% സർവേകളാണ് യഥാർത്ഥ ഫലത്തോട് അല്പമെങ്കിലും നീതി പുലർത്തിയിട്ടുള്ളത് എന്ന് കാണാം. എന്നുവെച്ചാൽ അഭിപ്രായ സർവേകൾ ശരിയാവുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനമാണ് ബീഹാർ എന്നർത്ഥം. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ യഥാർത്ഥ ഫലവുമായി ചേരാത്ത സംസ്ഥാനങ്ങളിൽ മുന്നിലായിരിക്കും ബീഹാറിന്റെ സ്ഥാനം. മറ്റിടങ്ങളിലെല്ലാം അഭിപ്രായ സർവേകളിൽ 70% യഥാർത്ഥ ഫലത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അഭിപ്രായ സർവേകളുടെ കൃത്യതയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ കൃത്യത കൂടുതലുള്ളത്, ഭാഗികമായി കൃത്യമാകുന്നത്, കൃത്യത കുറവുള്ളത് എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. ഇതിൽ കൃത്യത കുറവുള്ള സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്താണ് ബീഹാർ. ഝാർഖണ്ഡും ഛത്തീസ്ഗഡും തെലങ്കാനയുമാണ് പിന്നിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ. കൃത്യത കൂടുതലുള്ള വിഭാഗത്തിലാകട്ടെ 1ാമത് ആന്ധ്രാപ്രദേശും 2ാമത് കേരളവുമാണ്. എന്തുകൊണ്ട് ബീഹാറിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തവും മറ്റൊന്ന് കുടിയേറ്റവുമാണ്. പുരുഷന്മാരെക്കാൾ അധികമായി സ്ത്രീകൾ വോട്ട് ചെയ്യാനെത്തുന്ന സംസ്ഥാനങ്ങളിൽ 1ാമതാണ് ബീഹാർ. പുരുഷന്മാരെക്കാൾ അധികമായി സ്ത്രീകൾ വോട്ട് ചെയ്യാനെത്തുന്ന സംസ്ഥാനങ്ങളിൽ 1ാമതാണ് ബീഹാർ. 2. പുരുഷ വോട്ടർമാരുടെ സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള കുടിയേറ്റവും. ജോലി ആവശ്യാർത്ഥവും മറ്റു നാടുകളിലേക്ക് പോയ പുരുഷന്മാർ പലരും വോട്ട് ചെയ്യാൻ തിരിച്ചെത്താത്തതാണ് പ്രധാന കാരണം. പുരുഷന്മാരെക്കാൾ 5.9% കൂടുതൽ സ്ത്രീകൾ ബീഹാറിൽ വോട്ട് ചെയ്യുന്നുണ്ട്. 1962 മുതൽ 2020 വരെയുള്ള ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിച്ചാൽ പുരുഷന്മാരുടെ വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ സ്ത്രീകളുടേത് 84% വരെ കുതിക്കുന്നത് കാണാം. അതേസമയം സ്ത്രീകൾ മനസ്സ് തുറക്കാൻ മടിക്കുന്നതും അഭിപ്രായ സർവേകളുടെ കൃത്യതയെ സ്വാധീനിക്കുന്നു. സർവേകൾ എടുക്കുന്ന ഏജൻസികളുടെ ചോദ്യങ്ങളുമായി വോട്ടർമാരെ സമീപിക്കുന്നത് 90% പുരുഷന്മാരാണ്. ഗ്രാമീണ മേഖലയിലെ ഭൂരിഭാഗം സ്ത്രീകളും അപരിചിതരായ പുരുഷന്മാരോട് തുറന്നു സംസാരിക്കാൻ സന്നദ്ധരല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ അഭിപ്രായങ്ങൾ എവിടെയും രേഖപ്പെടുത്തുന്നുമില്ല. വോട്ടർ പട്ടികയിലുള്ള പുരുഷന്മാരുടെ എണ്ണം കൂടുതലാണ് എങ്കിലും കുടിയേറ്റക്കാരായ പുരുഷ വോട്ടർമാർ വോട്ടെടുപ്പിനായി സംസ്ഥാനത്തേക്ക് എത്തുന്നില്ല. സ്വാഭാവികമായും വോട്ട് ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും. എന്നാൽ പുരുഷന്മാരുടെ വോട്ടിംഗ് ശതമാനം കൂടുതലുള്ള മേഖലകളിൽ മഹാസഖ്യത്തിന് കൂടുതൽ സീറ്റുകൾ കിട്ടുന്നുമുണ്ട്. സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം കൂടുന്നതിൽ NDAക്കാണ് മേൽക്കൈ എന്നും തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ വിലയിരുത്തുന്നു. നിതീഷ് കുമാർ തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളുടെയും കേന്ദ്ര ബിന്ദു. വോട്ടുകൊള്ള ആരോപണങ്ങളും ബീഹാറിൽ വികസന മുരടിപ്പ് എന്ന പ്രചാരണങ്ങളെയും കാറ്റിൽ പറത്തുന്നതാണ് എക്സിറ്റ് പോളുകൾ. എക്സിറ്റ് പോളിലെ ഫലസൂചനകൾ കൃത്യമായാൽ സദ്ഭരണത്തിന്റെ നായകൻ എന്ന നിതീഷ് കുമാറിനുള്ള വിശേഷണത്തെ ബീഹാർ ജനത അടിവരയിട്ട് അംഗീകരിച്ചുവെന്ന് കരുതേണ്ടി വരും. അതോടെ മറ്റൊരു നാഴികക്കല്ലുകൂടി നിതീഷ് കുമാർ പിന്നിടും. മുഖ്യമന്ത്രി പദത്തിൽ 1/4 നൂറ്റാണ്ട് എന്ന നാഴികക്കല്ലിലേക്ക് നിതീഷ് കുമാർ നടന്നു കയറും. 2005 BJPയെ കൂട്ടുപിടിച്ച് ലാലു യുഗത്തിന് അന്ത്യം കുറിച്ച് നിതീഷ് ആരംഭിച്ച അധികാരയാത്ര ഇപ്പോൾ 20 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇനിയൊരു 5 വർഷം കൂടി പിന്നിടുന്നതോടെ മുഖ്യമന്ത്രി കസേരയിൽ നിതീഷിന് തുടർച്ചയായി 25 വർഷം പൂർത്തിയാക്കാം. അത് ബീഹാറിൽ ഇന്നുവരെ ആർക്കും എത്തിപ്പിടിക്കാനാകാത്ത വലിയൊരു നേട്ടത്തിലേക്ക് നിതീഷിനെ എത്തിക്കും. പക്ഷേ അപ്പോഴും ബീഹാറിന്റെ രാഷ്ട്രീയ കാറ്റ് എങ്ങോട്ട് വീശും എന്നത് ഇപ്പോഴും പ്രവചനാതീതമാണ്.